ISLന്റെ 10ാം സീസൺ തുടങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3ാം മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ പരിധിവിട്ട പെരുമാറ്റത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് മിലോസ് ട്രിൻസിക്കിന് 3 കളികളിലാണ് വിലക്ക് നേരിടേണ്ടി വന്നത്. കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ശക്തനായ പ്രതിരോധ താരത്തെ ഒരു വിലക്കിൽ തളച്ചിടാമെന്ന് കരുതിയാൽ തെറ്റി. 3 മത്സരങ്ങളുടെ വിലക്ക് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 7ാം മത്സരത്തിൽ ഹൈദരാബാദ് FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയായ കൊച്ചിയിൽ ആർത്തിരുമ്പിയ മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി 41ാം മിനിറ്റിൽ ഹൈദരാബാദ് FCയുടെ വല തുളച്ചുകൊണ്ടാണ് തന്റെ തിരിച്ചുവരവ് മിലോസ് അറിയിച്ചത്. ഒരു കോണറിൽ നിന്ന് തുടങ്ങിയ നീക്കമാണ് ഒടുവിൽ ക്യാപ്റ്റൻ ആഡ്രിയാൻ ലൂണയുടെ കാലുകളിലെത്തിയ പന്ത്. അളന്നു മുറിച്ചുള്ള ലൂണയുടെ പാസ് ഗോൾ പോസ്റ്റിന്റെ മധ്യഭാഗത്ത് ഓടിയെത്തിയ മിലോസ് മികച്ചൊരു സ്ട്രൈക്കിലൂടെ ഗോളാക്കി മാറ്റിയത്. അവിടെയും നിർത്തിയില്ല. ഒരു ഗോൾ ഉൾപ്പെടെ 3 അറ്റംപ്റ്റുകൾ നടത്തിയാണ് മിലോസ് 3 മത്സരങ്ങളിലെ സസ്പെൻഷന് ശേഷമുള്ള തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയത്. അതിനിടയിൽ മിലോസ് 2ാം ഗോളിന്റെ വക്കിലെത്തിയെങ്കിലും കഷ്ടിച്ച് ലക്ഷ്യത്തിന് പുറത്തേക്ക് പോയി. മികച്ചൊരു ഹെഡർ പോസ്റ്റിൽ തട്ടിയാണ് ഗോളാകാതെ പുറത്തേക്ക് തെറിച്ചത്. കൊമ്പന്മാരുടെ മുന്നേറ്റ താരങ്ങൾ ഗോൾ കണ്ടെത്താൻ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് പ്രതിരോധ താരമായ മിലോസ് ട്രിൻസിക് കളം നിറഞ്ഞാടിയത്. ആ ഒരൊറ്റ ഗോളിൽ ഹൈദരാബാദ് FCയെ തകർത്ത് ബ്ലാസ്റ്റേഴ്സിന് 7 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കാനായി. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.